ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ആവശ്യം. പുതിയ പരാതിയിൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തേക്കും. 7ാം ദിനവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആന്റണി, 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോഴും മാങ്കൂട്ടത്തിൽ എംഎൽഎ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ ഒളിവിലാണെങ്കിലും കോടതിയിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ജാമ്യ ഹർജിയിൽ കൂടുതൽ ആവശ്യങ്ങളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട്. ഒളിവിൽ തുടർന്നിട്ടാണെങ്കിലും ഒപ്പം ഒരു പുതിയ പരാതി കൂടി മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നു. ഈ പരാതിയിൽ ഏറ്റവും പ്രധാനം, ഈ പരാതിയിൽ പുതിയ പരാതിയിൽ ഇന്ന് കേസെടുക്കുമോ, അതോടൊപ്പം ഒളിവിൽ തുടരുന്ന മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കണ്ടെത്താനായി നടക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ് ആന്റണി? പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമുക്കറിയാവുന്ന പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വീട് കയറിയൊക്കെ പ്രചരണം നടത്തുന്നതിനിടയിലാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്തതിന് പിന്നാലെ മുങ്ങിയ എംഎൽഎയെ കുറിച്ച് 7ാം ദിനവും ഒരു വിവരവുമില്ല. പോലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. നിലവിൽ കർണാടകയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇന്നലെ ഇയാൾ രാവിലെയൊക്കെ ഒളിവിൽ കഴിയുന്ന ബാഗലൂർ, അതായത് കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള ബാഗലൂരിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. പക്ഷേ അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നിലവിൽ കർണാടകയിൽ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘവും ഇപ്പോൾ കർണാടകയിലുണ്ട്. ബംഗളൂരുവിലടക്കം ഇന്നലെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാൾ തുടർച്ചയായി ഒളിയിടം മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഏതായാലും അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താൻ ഒരുപക്ഷെ കോടതി നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അറസ്റ്റിലേക്ക് അടക്കം പോകാനുള്ള നീക്കം ഇപ്പോഴും സജീവമായി തന്നെ അന്വേഷണ സംഘം നടത്തുന്നു. ഏതായാലും അതിനിടയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. ഇന്നാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഏതായാലും ഇന്ന് കോടതിയിൽ വിശദമായി തന്നെ ഒരു വാദം ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ യുവതി പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങളെ എല്ലാം പൂർണ്ണമായും തള്ളിപ്പറയുകയാണ്. ഈ ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. ഈ ലൈംഗിക ബന്ധമടക്കം ഉണ്ടായിട്ടുള്ളത് ഉഭയസമ്മതപ്രകാരമാണ്. അല്ലാതെ ഈ ബലാത്സംഗമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചിട്ടുമില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ. ഏതായാലും അതിനെ എതിർക്കുന്നതിന് വേണ്ട തെളിവുകൾ നിലവിൽ പ്രോസിക്യൂഷൻ ശേഖരിച്ചിട്ടുണ്ട്. ഈ യുവതിയുടെ മൊഴി, അതുപോലെ തന്നെ യുവതിയുടെ സുഹൃത്തുക്കളുടെ മൊഴി, യുവതി ഇതിനുശേഷം ഈ ഗർഭഛിദ്രത്തിന് ശേഷം ചികിത്സ തേടിയ ഡോക്ടറുടെ മൊഴി അടക്കം ശേഖരിച്ചിട്ടുണ്ട്. അതിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുള്ള അല്ലെങ്കിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് മൊഴികളിലെല്ലാം ഉള്ളത്. അതെല്ലാം ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരുന്നു കൊണ്ട് തന്നെ ഈ നിയമപരമായുള്ള നീക്കങ്ങളും നടത്തുന്നു. അതിന്റെ ഭാഗമായി ഇന്നലെ ഒരു ഹർജി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരുന്നു. ആ ഹർജി പ്രകാരം, അതായത് ഈ ജാമ്യാപേക്ഷ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ പരിഗണിക്കണം, തന്റെ സ്വകാര്യത അടക്കം പരിഗണിച്ച് ഇത് അടച്ചിട്ട മുറിയിൽ പരിഗണിക്കണം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യം. ഈ സമാന ആവശ്യം പ്രോസിക്യൂഷനും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഈ കേസ് അല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ ആദ്യം വാദം നടക്കുക ഈ അടച്ചിട്ട കോടതി മുറിയിലാണോ ഈ വാദം നടക്കേണ്ടത് എന്നുള്ള കാര്യത്തിലായിരിക്കും. അത് ആദ്യം തീരുമാനമെടുക്കും. അതിനുശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം ഉണ്ടാവുക. ഒരുപക്ഷെ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഇതിൽ വാദം പൂർത്തിയാക്കും. ഏതായാലും കോടതി ആ സമയത്ത് അറസ്റ്റ് തടയുമോ, അതായത് ഇനി മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരും വരെ അറസ്റ്റ് തടയുമോ എന്നുള്ള ഒരു ചോദ്യവും കൂടി ഉണ്ട്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നിർണായകമാകുന്നത്. ഇനി ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അതൊരു അഡ്വാൻറ്റേജ് ആകും. അറസ്റ്റിലേക്ക് പോകാൻ വേണ്ടി കഴിയും. ഏതായാലും സജീവമായി തന്നെ ഇപ്പോൾ പോലീസിന് നേരെ ഉയരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ഇത്രയും ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടുന്നില്ല? ഒരു
MLA അയാളെ കണ്ടെത്താൻ എന്തുകൊണ്ട് ഇത്രയും ദിവസങ്ങളായി അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം പല കോണുകളിൽ നിന്നും ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഇന്ന് 7ാം ദിനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട്. അയാളെ കുറിച്ച് ഒരു സൂചനയും എന്തുകൊണ്ട് അയാളിലേക്ക് എത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യവും ശക്തമായി തന്നെ ഉയരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള നീക്കവും ഇപ്പോൾ സജീവമായി തന്നെ നടത്തുകയാണ്. നിലവിൽ ഇയാൾ കർണാടകയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ഉറപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അവിടെ അന്വേഷണ സംഘം എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു പരാതി കൂടി ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരാതി KPCC ഇന്നലെ തന്നെ DGPക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതും ഒരു 23-കാരിയായ യുവതിയാണ്. ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ യുവതിയുടെ പരാതി എന്ന് പറയുന്നത്. ആ പരാതി ഇന്നലെ DGPക്ക് കൈമാറിയിട്ടുണ്ട്. അതിലും ഒരുപക്ഷെ കേസ് എടുത്തേക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഉള്ള ഒരു പ്രശ്നം ഈ യുവതി പോലീസിൽ പരാതി നൽകാൻ തയ്യാറാണോ എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ ഒരു ഇമെയിൽ അഡ്രസ്സിൽ നിന്നാണ് ഈ പരാതി വന്നിട്ടുള്ളത്. അതിൽ പോലീസ് ബന്ധപ്പെടും. അതിനുശേഷം ആ യുവതിയുടെ കൂടി തീരുമാനമനുസരിച്ചായിരിക്കും ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ തീരുമാനമുണ്ടാവുക. ആന്റണി, അത് തന്നെയാണ് ഇപ്പോൾ ആ രണ്ടാമത്തെ യുവതി, അതായത് പുതിയ പരാതി ഇപ്പോൾ അത് DGPക്ക് കൈമാറി എന്നുള്ളത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായി പറഞ്ഞിരുന്നു. ആ യുവതി ഇപ്പോൾ പുതിയ പരാതിയുമായി എത്തിയിരിക്കുന്ന ആ യുവതി കേസ് നൽകുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം KPCCയുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാണ് മാങ്കൂട്ടത്തിന് ഇനി ഉണ്ടാവുക എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഈ പരാതി മാത്രമായി ഇരുന്ന സമയത്ത്, കേസാവാതിരുന്ന സമയത്ത്, ഒരു കേസില്ലാതിരുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അതോടൊപ്പം സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കുന്നത്. ഇപ്പോൾ കേസ് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കുന്നു. മാങ്കൂട്ടത്തിനായി തെരച്ചിൽ നടക്കുന്നു. പുതിയ പരാതി ലഭിക്കുന്നു. ആ പരാതി DGPക്ക് കൈമാറി എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇനി KPCCയുടെ ഭാഗത്തു നിന്നും എന്ത് നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവും കേസ് ഇത്രത്തോളം പ്രത്യക്ഷമായ നിലയ്ക്ക്? തീർച്ചയായും ഈ പരാതികളെല്ലാം ഉയർന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ആദ്യം ഈ യുവതിയുടെ ഈ പരാതി വരുന്നു, അല്ലെങ്കിൽ പരാതിയല്ല, അന്ന് ഈ ഓഡിയോ ക്ലിപ്പുകളും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളും അടക്കം പുറത്തു വന്ന ഘട്ടത്തിൽ രാഹുലിനെതിരെ, അതുപോലെ തന്നെ ആ നടിയുടെ വെളിപ്പെടുത്തലടക്കം വന്ന ആ ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ മറ്റ് നടപടികളിലേക്ക് പോയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഈ കേസ് വന്ന സമയത്ത്, അതായത് ആ യുവതി പരാതി നൽകുന്നു, അതിനുശേഷം ബലാത്സംഗത്തിനടക്കം കേസ് എടുക്കുമ്പോഴും എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഒരു തുടർ നടപടി ഉണ്ടാകുന്നില്ല, പുറത്താക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം സജീവമായി തന്നെ ഉയർന്നിരുന്നു. അതിൽ നേതാക്കൾ പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത്, നിലവിൽ പാർട്ടിക്ക് പരാതി ഒന്നും ലഭിച്ചിട്ടില്ല, പാർട്ടിക്ക് പരാതി ലഭിക്കാതെ ഇനി ഈ പുറത്താക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് KPCC പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇത്തരത്തിൽ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഘട്ടത്തിൽ അത് പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ MLA അല്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമല്ല, UDFന്റെ ഭാഗമല്ല എന്ന് കാണിച്ച സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം പാർട്ടിക്ക് ഒരു പരാതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇയാൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ സജീവമാണ്. ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, VD സതീശനൊക്കെ കൃത്യമായ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ എടുത്തിരുന്നു. എത്രയും ശക്തമായ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം VD സതീശനും രമേശ് ചെന്നിത്തലയും പോലെയൊക്കെയുള്ള മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചിരുന്നു. പിന്നീട് ഈ വിഷയം പിന്നീട് പാർട്ടി നിലപാടിനൊപ്പം അവർ നിൽക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇനി നേതൃത്വത്തിന് ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുന്നിൽ ഇത്തരത്തിൽ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 9-ാം തീയതി ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഈ പൊതുസമൂഹത്തിനുള്ളിൽ വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലൊക്കെ പാർട്ടിയെ സംബന്ധിച്ച ഒരു വിഭാഗം നേതാക്കൾക്കൊക്കെ ശക്തമായി തന്നെ ഉണ്ട്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചാൽ, അതായത് പുറത്താക്കൽ
അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി നേതാക്കൾക്കിടയിൽ ഉണ്ട്. ഏതായാലും ഇന്നലെ ഈ പരാതി വന്ന ഘട്ടം മുതൽ തന്നെ കൂടിയാലോചനകൾ നേതൃത്വത്തിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ശക്തമായ നടപടി ഉണ്ടാകും. പക്ഷേ ഈ MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് പാർട്ടിക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. കാരണം രാഹുൽ ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല, UDFന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ വിസമ്മതിച്ചാൽ അയാൾക്ക് അതിൽ തീരുമാനമെടുക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഈ നേതാക്കൾ പറയുന്നത്. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് പോകാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഏതായാലും ഈ പുതിയ പരാതി വന്ന സാഹചര്യത്തിൽ ഇങ്ങനെ നിരന്തരം ഒരു പരാതിയല്ല, നമ്മൾ കേട്ടതുപോലെ ഇപ്പോൾ നിലവിലുള്ള കേസിലുള്ള പരാതിയുണ്ട്. അതുകൂടാതെ ഇന്നലെ പുതിയ പരാതി വരുന്നു. അതുകൂടാതെയാണ് അന്ന് നടി ഒരു പരാതി ഉന്നയിക്കുന്നത്. അങ്ങനെ വിവിധ തരങ്ങളിൽ പരാതി ഇയാൾക്കെതിരെ ഉയരുന്നൊരു സാഹചര്യം ഉള്ളപ്പോൾ തന്നെ ഇയാളെ സംരക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഇനിയും കടുത്ത നടപടികളിലേക്ക് പോകാതെ പോകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള വിലയിരുത്തൽ കോൺഗ്രസിലുണ്ട്. ഏതായാലും ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് പാർട്ടി പോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. ശരി, അതുതന്നെയാണ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന് ഇനിയും ഇത്തരത്തിൽ ആദ്യം സ്വീകരിച്ച ഒരു നടപടിയിൽ മാത്രം അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നുള്ളതാണ്. മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. 7ാം ദിവസമാണ്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടികൾ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാകുന്നു കോൺഗ്രസ്. അപ്പോൾ കടുത്ത നടപടികൾ തന്നെ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചേക്കുമെന്നുള്ളതും കൂടിയുണ്ട്. ഇന്നെന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷയടക്കം പരിഗണിക്കുകയാണ്. അടച്ചിട്ട കോടതി മുറിയിൽ വേണമെന്നാണ് മാങ്കൂട്ടത്തിൽ MLAയുടെ ആവശ്യം. അത് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടത്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.